അപ്പോ ഇതെല്ലാം മഹാദേവന്റെ ഭാര്യയായ നിങ്ങളുടെ സിസ്റ്റർക്ക് അറിയോ? ഇല്ല, അവർക്കാർക്കും ഇതൊന്നും അറിയില്ല. ഇന്ന് ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്ത് നാട്ടിൽ ഫാം ഹൗസ് നടത്തി കറങ്ങി നടക്കുന്ന ഒരു പാവം പ്രവാസി മാത്രം. എനിക്കെതിരെ ഒരു തെളിവും ഇന്ന് എവിടെയും ഇല്ല. അങ്ങനെ തെളിവുകൾ ഉണ്ടാക്കാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. ഇനി ആരെങ്കിലും അതിന് മുതിർന്ന അതവരുടെ അവസാന നാളുകളിൽ മാത്രമായിരിക്കും. ഇന്ദ്രപ്രസ്ഥത്തിലെ എല്ലാവരെയൊന്നും വേണ്ട. ആ പൂർണിമയെ അവളുടെ ഇന്ദിരാ ടിവിയെയും ഒന്ന് തകർത്ത് കിട്ടിയാൽ മാത്രം മതി എനിക്ക്. അതിനുവേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു തന്നിരിക്കും. അത് കേട്ടാ മതി എനിക്ക്. ഈ ധ്വനിമോള് കഥ എഴുതിയ കാര്യം എങ്ങനെയാ അറിഞ്ഞത്? എന്നെക്കുറിച്ച് ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചാൽ പോലും ഞാൻ അതറിയും. പൃഥ്വി, അവിടെ എന്താ നടന്നതെന്ന് കൃത്യമായി നീ പറയുന്നത് നിനക്കും നിന്റെ വീട്ടിലുള്ളവർക്കും നല്ലത്. ഇവിടെ എന്താ നടന്നതെന്ന് ഞാൻ പറയാം. ഇതാണ് സംഭവിച്ചത്. അപ്പോ പൂർണിമയുടെ അച്ഛൻ എന്നെക്കുറിച്ച് പലതും പൂർണിമയോട് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോ അയാൾ മരിക്കുന്നതിന് മുമ്പ് എനിക്കെതിരെ കണ്ടെത്തിയ പല തെളിവുകളും. ഹായ്, ഇന്ന് രണ്ടുപേരുണ്ടല്ലോ. രാമേന്ദ്രൻ അങ്കിള് ആള് നാട്ടിൽ പോയല്ലോ. നാട്ടിൽ പോയോ? അതെ, സംസാരിക്കാൻ പോലും വയ്യാതിരിക്കുന്ന അവസ്ഥയില് ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? നാട്ടിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്ത് അസുഖമൊക്കെ മാറ്റിയിട്ട് വരട്ടെ എന്ന് വെച്ചു. ഞങ്ങളോട് എന്തെങ്കിലും പറയാനോ പിന്നെ എന്തെങ്കിലും ഏൽപ്പിക്കാനോ പറഞ്ഞിരുന്നു? ഇല്ലല്ലോ. ഓക്കെ, അങ്കിൾ വരുമ്പോ ഞങ്ങളൊന്ന് അറിയിക്കണേ. എന്റെ നമ്പർ തരാം. പറഞ്ഞോ. എഴുതിക്കോ. 98465404. ശരി. അപ്പൊ ഞാൻ വിളിച്ചോളാം. ഓക്കെ, ശരി, ഞങ്ങൾ ഇറങ്ങി. ശരി ശരി. എന്റെ അവസ്ഥ അവൾ മുതലാക്കി ഓഫറുകൾ ചാടിച്ചല്ലേ. അങ്ങനെ നോക്കുമ്പോ ഞാനും അക്ഷിതയൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ്. ഏയ്, അങ്ങനെ പറയാൻ പറ്റില്ല. സഞ്ജയ് ചേട്ടന് ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിയാലോ. അതിൽ ചേട്ടൻ നമ്പർ 1 സ്ഥാനത്താ. അക്ഷിതയുടെ അവസ്ഥ അതല്ലല്ലോ. അതെ, താരയെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അക്ഷിതയുടെ കാര്യത്തില് എനിക്ക് നല്ല പേടിയുണ്ട്. താരയുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ അവൾ അക്ഷിതയെ ഉപയോഗിക്കും. അതിന് അവൾ അക്ഷിതയെ ഏതെങ്കിലും കെണിയിൽ പെടുത്താനും മടിക്കില്ല. ശരിയാ, അതിന് സാധ്യതയുണ്ട്. എപ്പോഴും ഒരു കരുതലുള്ളത് നല്ലതാ. ധ്വനിമോൾ എത്തിയോ? ഞങ്ങൾ ഇറങ്ങും മുമ്പേ മോളിങ് പോകുന്നായിരുന്നു. ക്ലാസ്സിലുണ്ടാവും, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. ശരി. ധ്വനിമോൾക്ക് അച്ഛനെ സ്കൂളിൽ വെച്ച് കാണുന്നതാ കൂടുതൽ ഇഷ്ടം. അതെന്താ? ഇവിടെ വേറെ ആരുടെ ശല്യമില്ലല്ലോ. ഓ, ശരി. അപ്പൊ കിരണ് വേണ്ടത് സ്വന്തം അച്ഛൻ അവനെ അംഗീകരിക്കാന്ന് മാത്രമല്ല, സമൂഹത്തിന് മുമ്പിൽ എന്നെ നാണം കെടുത്തുക മാത്രമാണ്. അതിന് ഞാൻ നിന്ന് തരില്ല. ചെറിയച്ഛൻ ഈ പറയുന്നതിൽ ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ആരാണെന്നുള്ള സംശയത്തിലൊന്നും അല്ല കിരൺ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നത്. അവന് വേണ്ടത് സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു അവകാശമാണ്. അച്ഛൻ ആരാണെന്ന് അറിയാത്തവൻ എന്ന അപമാനത്തിൽ നിന്നുള്ള മോചനമാണ് അവന് വേണ്ടത്. അതിലവനെ തെറ്റു പറയാൻ ഒക്കില്ലല്ലോ ചെറിയച്ച. മോളെ, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എന്റെ അവസ്ഥ മറ്റാരെക്കാളും നിനക്ക് അറിയാവുന്നതല്ലേ? അറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ചെറിയച്ഛനൊപ്പം തന്നെ നിൽക്കുന്നത്. എടുത്തു ചാടി ഒരു പരിഹാരം നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല. തൽക്കാലം വെയിറ്റ് ചെയ്യേ നിവർത്തിയുള്ളൂ.
ശ്ശോ.